and now you're watching Star Magic. ശരിക്കും എന്തൊക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിലും നല്ല നല്ല പാട്ടുകൾ കേട്ടാൽ നല്ലൊരു മൂഡ് സ്വിംഗ് ആണ് അല്ലെ. പെട്ടെന്ന് ആ ഒരു ടെൻഷൻ നമുക്ക് മാറി കിട്ടും. ഇതുപോലെ തന്നെയാണ് കുറച്ചധികം നേരം തമാശകളൊക്കെ കണ്ട് കൂടെ പൊട്ടിച്ചിരിക്കുകയാണെങ്കിലോ. അപ്പോൾ ഇന്നൊരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള, നിങ്ങളെ ടെൻഷൻ ഫ്രീ ആക്കാനായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. സോ ടെൻഷൻ ഫ്രീ ആക്കാനായിട്ട് ആരൊക്കെയാ വരണേന്ന് അറിയണ്ടേ? ഞങ്ങളുടെ ക്യാപ്സ്യൂൾസ്. ലെറ്റ്സ് വെൽക്കം ദ എൻറ്റർടൈൻ ടു സ്റ്റാർ മാജിക്. ഇന്നത്തെ ഒരു ഡാൻസ് എന്ന് പറഞ്ഞാൽ ഈ രാജാവ് രാജ്ഞി അവർക്കൊക്കെ ഓൾറെഡി ഒരു പ്രൗഡി ഉണ്ടാവില്ലേ എന്തൊരു കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ. അതുപോലെ കുറെ മാനറിസംസ് ഇന്ന് കണ്ടുട്ടോ. നമ്മളിപ്പം സപ്പോസ് നമ്മളെല്ലാവരും ഇന്ന് രാത്രി കിടന്നുറങ്ങുകയാണേ, നാളെ കാലത്ത് നമ്മൾ എണീക്കുമ്പോൾ പല വിഷസ് നമുക്ക് ഉണ്ടായിരിക്കും. അതിലൊരു വിഷ് എന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് എണീക്കുമ്പോൾ കാലത്ത് എണീറ്റ് നോക്കുമ്പോഴാണ് നമ്മൾ രാജാവായി മാറുക അല്ലെങ്കിൽ ഒരു രാജ്ഞിയായി മാറുക. എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോണ ഒരു കാര്യം? ഞാൻ ആദ്യം ചെയ്യുന്നത്, എനിക്ക് എപ്പോഴും ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, എല്ലാ സ്റ്റേറ്റിനും കുറെ ലീഡേഴ്സിനെ, അതായത് പെൺകുട്ടികളെ സെലക്ട് ചെയ്യും. അവരുടെ കീഴിലും കുറെ ഗ്രൂപ്പ്സ്, അങ്ങനെ വുമൺ എംപവർമെന്റ് എന്ന് പറയുന്നത് പ്രാവർത്തികമാക്കും. അതുപോലെ തന്നെ മാക്സിമം നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുന്നല്ല എങ്കിൽ പോലും പീഡന വിമുക്തമാക്കുക എന്നുള്ള ഒരു ലെവലിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കും. വെരി ഗുഡ്. സ്ത്രീകൾക്കെതിരെ ഉള്ള പീഡനങ്ങൾ, ഭാര്യമാർക്ക് എതിരെയുള്ള പീഡനങ്ങൾ, പെങ്ങന്മാർക്ക് എതിരെയുള്ള പീഡനങ്ങൾ, ഇത് ചില സൈക്കോകൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. വിവരമുള്ള ഒരാണും ഭാര്യമാരെ തല്ലുകയോ അല്ലെങ്കിൽ പെണ്ണുങ്ങളോട് അതിക്രമം കാണിക്കുകയോ ചെയ്യില്ല. പക്ഷെ വരുന്നതെല്ലാം പുരുഷന്മാരുടെ തലയ്ക്കാണ്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മനസ്സുള്ളത് എപ്പോഴും പുരുഷന്മാർക്ക് തന്നെയാണ്. കാരണം ഒരു അച്ഛൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം തന്നെ ആ അച്ഛൻ ഭാര്യയോട് ചോദിക്കുന്നത് അമ്മ ചോറുണ്ടോടിയെന്ന് ചോദിക്കും, മോളെന്തേടിയെന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്തേടി, മോൻ എന്തേടിയെന്ന് ചോദിക്കുള്ളൂ. അത്രയ്ക്ക് തീർച്ചയായിട്ടും സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹം തന്നെയാണ്. ഇപ്പോൾ മോൻ ട്യൂഷന് പോയി കഴിഞ്ഞാൽ അവൻ വന്നില്ലേടിയെന്നങ്ങ് ചോദിക്കും. ഇതല്ല, ചേച്ചി ട്യൂഷൻ, അവൻ്റെ മുകളിലുള്ള മൂത്ത ചേച്ചി ട്യൂഷൻ പോയി കഴിഞ്ഞാൽ ഈ ആങ്ങളേനെ പറഞ്ഞു വിടും ട്യൂഷൻ പോയിട്ട് വിളിച്ച് തിരിച്ചു കൊണ്ടുവരുവാൻ. ചില ഈ വൃത്തികെട്ടവന്മാർ കാണിക്കണ പരിപാടിക്ക് ഇത് മൊത്തം പുരുഷന്മാരും അനുഭവിച്ചുകൊണ്ടിരിക്കുക. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ സ്ത്രീ പീഡനങ്ങൾ മാത്രമാണ് പുറത്തറിയുന്നുള്ളൂ. പുരുഷ പീഡനങ്ങൾ ഇഷ്ടം പോലെ പേരുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചേട്ടന് എന്നും വെള്ളം അടിച്ചിട്ട് വരും. വെള്ളം അടിച്ചിട്ട് വന്നിട്ട് ഭയങ്കര ചീത്തവിളിയായി ഈ പുള്ളി ചീത്ത വിളിക്ക് പെണ്ണുമ്പോൾ അങ്ങനെ പല്ലെറുമി നിൽക്കും. കുറേ നേരം കഴിയുമ്പോൾ വന്നിട്ട് ഈ പുള്ളിനെ ഭയങ്കര ഇടിയാ. ഈ ചേച്ചി ഭിത്തിയിലിട്ട് അലക്കുന്നു, നിലത്തിട്ടൊന്ന് മുട്ടയിൽ ഇടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പുള്ളിനെ അവിടെ ഇട്ടിട്ട് പുള്ളിക്കാരത്തെ അങ്ങ് അടുക്കളയിലേക്ക് വന്നിട്ട് പുള്ളി തട്ടിപ്പതഞ്ഞ് എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തിറങ്ങിയിട്ട് പിന്നെ അല്ലാതെ ദേഷ്യം വരാതിരിക്കുവോ? അല്ലേ? പുരുഷ പീഡനം. ഞാൻ വേറൊരു തമാശ കൂടി പറയാം. 5 ആങ്ങൾമാർക്ക് കൂടിയിട്ട് ഒരു പെങ്ങള്, ആ പെങ്ങളുടെ അടുത്തേക്ക് ഒരു അളിയൻ വരുവാണെങ്കിൽ ആ അളിയന് സ്വർഗമായിരിക്കും. എന്നാ ഈ പറയണ 5 പെങ്ങന്മാർക്ക് കൂടി ഒരു ആങ്ങളെ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊരു നാത്തൂൻ വന്നാൽ ആ പെണ്ണിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. എന്തായിരിക്കും അവസ്ഥ? അതുപോലെ നാത്തൂൻ പോര്, അമ്മായിമ്മ പോരൊക്കെ ഉണ്ടായിട്ടുണ്ട്. എവിടെയെങ്കിലും അമ്മായപ്പൻ പോര് കണ്ടിട്ടുണ്ടോ? അളിയൻ പോര് കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? ഓരോ ഈ ഹോട്ടൽ റൂമുകളിൽ മരിച്ചു കിടക്കുന്നു. എന്താ കാര്യം? വീട്ടിലെ, അതായത് നമ്മുടെ കംപ്ലീറ്റ് ഭാരം മൊത്തം ഈ ആണിൻ്റെ തലയിലായിരിക്കും. അവന് ഒരുപാട് സ്ഥലത്ത് കടം ഉണ്ടായിരിക്കും, ഒരുപാട് വീട് വെച്ചതിൻ്റെ കടം, അങ്ങനെ പല പല കടങ്ങളുണ്ടാകും. ഭാര്യയും മക്കളെ അറിയിക്കാതെ, വീട്ടിലുള്ളവരെല്ലാവരും സന്തോഷമായി കഴിയട്ടെ എന്ന് കരുതി ഭാര്യയും മക്കളെയൊന്നും അറിയിക്കാതെ ഇങ്ങനെ ഇരുന്ന് ലാസ്റ്റ് നാളെ പൈസ വെച്ചില്ലെങ്കിൽ വീട്ടിലേക്ക് കയറി വരുമെന്ന് പറഞ്ഞാൽ എന്നാൽ എൻ്റെ ജീവിതം അങ്ങ് ഒടുക്കിയേക്കാന്ന് പറഞ്ഞ ഒറ്റ ചിന്തയിൽ ഒടുങ്ങുന്ന എത്രയോ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നല്ലേ
കാരണം അപ്പോഴും ഈ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരെല്ലാരും അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. ഓക്കെ, അസീസ് രാജാവേ. അല്ല, ഞാന് ഇപ്പോ പെട്ടെന്നൊരു രാജാവായി മാറിയാൽ നമ്മുടെ നാട് എങ്ങനെ നന്നാക്കും എന്നതിനെ കുറിച്ച് പഠിക്കാൻ പോകും. ആഹാ, പുള്ളി ചെയ്യാൻ പോണതിനകത്തറിയാമോ? അത്രേ ഉള്ളൂ. ആദ്യം അശോകന്റെ ഫിഗർ പഠിപ്പിക്കുക എല്ലാരെയും. അനു നമ്മുടെ സ്റ്റാർ മാജിക്കിന് വേണ്ടി എന്ത് ചെയ്യും? രാജ്ഞിയായി കഴിഞ്ഞാൽ ഞാൻ സാലറി കൂട്ടി കൊടുക്കാൻ ശ്രമിക്കും. നാളെ ചാർജ് എടുക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും. ഞങ്ങൾക്ക് എനിക്ക് കിട്ടുന്ന 100% ഞാൻ 25% എടുത്തിട്ട് ബാക്കി എന്റെ പിള്ളേർക്ക് ഇട്ട് കൊടുക്കും. പിള്ളേർന്ന് പറഞ്ഞാൽ അവൾക്കുണ്ടാവുന്ന പിള്ളേർക്ക്. അല്ല, ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക്. ഓക്കെ, ഫൈൻ, ശരി. അപ്പോ പിന്നെ 2000 രൂപയ്ക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കും. ശരി, അപ്പൊ ഇതെല്ലാം സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ സ്റ്റാർട്ട് ചെയ്യല്ലേ? സോ വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു. ദിസ് ഈസ് സ്റ്റാർ മാജിക്. ഇനി അങ്ങനെ സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി ഒരു അടിപൊളി ഗെയിം കളിക്കാൻ പോവാണ്. പക്ഷെ അനു ഈ ഗെയിമിൽ ഇല്ലാന്ന് തോന്നുന്നു, സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ. അനു, ബബ്ലൂസ് നാരങ്ങ ഇഷ്ടാണോ? ഇഷ്ടമാണ്. എന്താണ് ഈ ബബ്ലൂസ് നാരങ്ങ? അല്ല, ഇത് എന്താ ഇഷ്ടമല്ലാത്തതെന്ന് വലിയ മീന്റെ ചെതമ്പലും വറുത്തു കൊടുത്ത ചിപ്സ് കർപ്പൂരം വരെ സാമ്പാർ വെച്ച് കഴിക്കും ഇല്ല മക്കളെ? സത്യത്തിൽ എന്താണ് ഈ ബബ്ലൂസ് നാരങ്ങ? ബബ്ലു പോലെ ഇരിക്കുന്ന നാരങ്ങ. ആഹാ, എന്താണ് ബബ്ലു? എന്താണ് ബബ്ലു? ഇങ്ങനെ ബബ്ലു ബബ്ലു ഇരിക്കുന്നത്. അല്ല, എനിക്കൊരു സംശയം. ഇനി തൃശ്ശൂര് മാത്രമാണോ ഈ ഒരു സംഗതിക്ക് ബബ്ലൂസ് നാരങ്ങ എന്ന് പറയാന്ന്? കാരണം ഇതുവരെ കാണാത്ത എക്സ്പ്രഷൻസ് ഒക്കെ അനുചേച്ചി ഇട്ടോണ്ടിരിക്കുക. അനുചേച്ചി സത്യത്തിൽ ബബ്ലൂസ് നാരങ്ങ എന്താണെന്ന് കമ്പിളി നാരങ്ങയൊക്കെയാണോ പറയണത്? കമ്പിളി നാരങ്ങ എന്ന് പറയണേ പച്ച കളർ മഞ്ഞ കളറുള്ള വലിയ നാരങ്ങ, ഉള്ളിലൊരു പിങ്ക് കളർ ആയിരിക്കും. അതെ കമ്പിളി നാരങ്ങ. അതാണ് ബബ്ലൂസ് നാരങ്ങ. അതാണ് കമ്പിളി നാരങ്ങ. അതാണ് മാതള നാരങ്ങ എന്ന് ഒരാൾ പറയുന്നുണ്ട്. മാതള നാരങ്ങ അതാണോ? പോമോ കണ്ടിട്ടില്ലേ പറയുന്നത്? ചിലടത്ത് ബബ്ലൂസ് നാരങ്ങയുടെ കൂട്ടിരിക്കണ പെങ്കൊച്ചങ്ങ ചെന്ന് സത്യത്തിൽ എത്ര നാരങ്ങ അറിയാം? എനിക്ക് മാതള നാരങ്ങ അറിയാം. ഈ മാതള നാരങ്ങ എങ്ങനെ ഇരിക്കും? കൂടെ പഠിച്ചതായിരിക്കും പുള്ളിക്കാരത്തിന്. മാതള നാരങ്ങ പോലെ. അയ്യോ, ഭയങ്കര തമാശ. എനിക്ക് ഒരു നല്ലൊരു അടിപൊളി. ഈ മാതള നാരങ്ങ നമ്മൾ എന്തിനാ ഉപയോഗിക്കാം? ഈ വണ്ടിയൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ നേരത്ത് ടയറിന്റെ അടിയില് വെക്കാം. എന്നിട്ട് ആ നീരിനകത്ത് ഒരു ഗ്ലാസ് നാരങ്ങളും ഉണ്ടാക്കി കുടിക്കും. എന്നിട്ട് ഡ്രൈവർ മുമ്പോട്ട്. എന്താണ് മാതള നാരങ്ങ? മാതള നാരങ്ങ ഇരിക്കുന്നത് ഒരു കസേരയിൽ വണ്ടി കൊണ്ടുവച്ചിട്ട് ചിലപ്പോ അതിനകത്ത് കാലുമ്പക്കാലേറ്റ് വലിയ ഉണ്ട പോലെ ഇരിക്കും. വലിയ ഉണ്ട മാതള നാരങ്ങ. ഇതെന്തിനാ ഉപയോഗിക്കുക? ഏകദേശം എത്ര ഉണ്ടാവും? ഞാന് ഇത് സാമ്പാർ ഉണ്ടാക്കാൻ വെറുതെ ഉപയോഗിക്കും. ഉപ്പും വെച്ച് കഴിക്കും. പിന്നെ അനു മാതള നാരങ്ങ വെറുതെ ഉപ്പ് വെച്ച് കഴിക്കാൻ, മുളകും ഇട്ട് കഴിക്കാൻ ഉപ്പും ഭയങ്കര മുളകും ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ കഴിക്കണേ. ഇതെങ്ങനെ ഇരിക്കുമെന്ന് പറ. ആ ഷേപ്പ് പറയൂ. തേങ്ങ പോലെ ഇരിക്കും. തേങ്ങ എങ്ങനെ ഇരിക്കും? മാതള നാരങ്ങ പോലെ ഇരിക്കും. ആദ്യം പച്ച കളറില് പിന്നെ മഞ്ഞ കളറില് വരും. ആദ്യം പച്ച കളറില് പിന്നെ മാതള നാരങ്ങ മഞ്ഞ കളറില്. ഏകദേശം എത്ര രൂപ ഉണ്ടാവും? എന്റെ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ നമുക്ക് വില കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങ് കൊച്ചിന് വില അറിയില്ലല്ലോ. എന്തെങ്കിലും അടുത്തവണ വരുമ്പോ അനു 1 കിലോ കൊണ്ടുവരട്ടെ കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ വീട്ടിലൊന്നും ഇല്ലല്ലോ. ഒരു നാരങ്ങ തന്നെ 1 കിലോ ഉണ്ട് ചേച്ചി. ഒരു മാതള നാരങ്ങ 1 കിലോയോ? എവിടെ കൃഷി അനുവിന്റെ വീട്ടില്. വീട്ടില് അപ്പൊ ഒന്ന് കാണാൻ പോണേ. അതെ, അതെ, അതെ. കണ്ടിട്ടില്ല. അതെ അതെ. മാഡം ഒന്ന് വരൂ പ്ലീസ്. ഇനി അടുത്ത മണ്ടത്തരം കേൾക്കാം. ഒരാളെ കഴിഞ്ഞു. അവിടെ മാതള നാരങ്ങ എന്താന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. പറയൂ. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, എന്റെ അമ്മയുടെ അവിടെ തോട്ടത്തിലുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇതിന്റെ കൃഷി എന്റെ മുഖത്ത് നോക്കി എന്റെ അമ്മയ്ക്ക് വിളിക്കണം. അമ്മയുടെ അല്ല, അവിടെ എന്താണ് പറയുന്നേ? മാതള മാതളം എന്നാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. അല്ലെങ്കിൽ മാതള നാരങ്ങ. ഇത് കാണാനിരിക്കും. തേങ്ങയുടെ അത്രയും ഇല്ല, കുറച്ച് ചെറുത്. അല്ല, എനിക്കൊരു- പക്ഷെ തോട് ഭയങ്കര കട്ടിയായിരിക്കും. ചെറിയ ഡൗട്ട്. ഈ മാതള നാരങ്ങ സാധാ നാരങ്ങ പോലെ വെള്ളം പിഴിഞ്ഞ് കുടിക്കാൻ പറ്റും? ഇല്ല തോന്നുന്നു, അച്ചാറിടുമെന്ന് തോന്നുന്നു. നല്ലതാ. എനിക്കൊരു സംശയം, നിങ്ങൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് ആണോ? എനിക്ക് സംശയമുണ്ട്. ഇവര് പറയുന്ന എല്ലാം ഒരുപോലെ ഇരിക്കും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ടമാർപ്പടാറും സ്റ്റാർ മാജിക്കും വേണ്ടി വന്നു തിരിച്ചറിയാം. അതാണ് എന്തായാലും ബബ്ലൂസ് നാരങ്ങയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ബബ്ലൂസ് നാരങ്ങ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരിക്കും. അത് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ സീസൺ ആണെന്ന് തോന്നുന്നു. അത് നമ്മളിങ്ങനെ നടു ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ നല്ല പിങ്ക് കളർ അല്ലികൾ ഉണ്ടായിരിക്കും. അതിന് ഇങ്ങനെ ഇത്തിരി അല്ലി എടുത്ത് കഴിക്കാൻ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ? അതാ കള്ളവാറ്റിന്റെ കാര്യം പറഞ്ഞില്ല. എനിക്കത് അറിയില്ലായിരുന്നു, പുതിയ അറിയോ. ഏതായാലും നമ്മളിനി പോകാൻ പോണ ഗെയിമിന്റെ പേര് ഇന്ന് ഇങ്ങോട്ട് ഫ്ലോറിലേക്ക് വരണ വഴിക്കുണ്ടല്ലോ കുറെ ചേട്ടന്മാർ ഇങ്ങനെ ഈ ബബ്ലൂസ് നാരങ്ങ ഇങ്ങനെ വിൽക്കണ്ടായി. സോ ഗെയിം മാച്ച് ആയില്ലെങ്കിലും ഈ ഒരു പേര് ഏതെങ്കിലും ഗെയിമിലിടണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തൊക്കെ വന്നാലും മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ബബ്ലൂസ് നാരങ്ങ.
അപ്പൊ ഇത്രയേ ഉള്ളൂ ബബ്ലൂസ് നാരങ്ങ എന്ന് പറഞ്ഞ ഗെയിം. ബബ്ലൂസ് നാരങ്ങയുടെ അത്ര വലിപ്പം ഇല്ലെങ്കിലും നമ്മൾ കുറച്ച് ബോൾസ് ഇവിടെ വെച്ചിട്ടുണ്ട്. സംഗതി ഇത്രയേ ഉള്ളൂ. ഒരു ടീമിൽ നിന്ന് 3 പേരായിരിക്കും കളിക്കാൻ വരിക. ഇവിടെയും 3 പേരായിരിക്കും കളിക്കാൻ വരിക. ഒരാൾ ജസ്റ്റ് ബോൾ എടുക്കുന്നു, തിരിഞ്ഞു നിൽക്കുന്നു, തിരിഞ്ഞു നിന്നിട്ട് ഒരു തവണ മാത്രം നിങ്ങൾക്ക് കുത്തിക്കാം, ഒരു തവണ നിങ്ങൾക്ക് ബൗൺസ് ചെയ്യാം. തിരിഞ്ഞ് ഇങ്ങനെ ഇടുകയാണ്. ബാക്കിയുള്ള 2 പേര് ഈ ഒരു ബോൾ ക്യാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ബോൾ ഈ ഹാളിലേക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, ഒരെണ്ണം വീണതിന് ശേഷം അടുത്തത് ആ ബോൾ പോവാതെ തന്നെ അടുത്തതും ഇതുപോലെ ഹാളിൽ ബാലൻസ് ചെയ്യണം. അങ്ങനെ ഏറ്റവും കൂടുതൽ ബോൾസ് കളക്ട് ചെയ്യുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. So moving on to the game, and that is Bablu's Naranga. അപ്പൊ ബബ്ലൂസ് നാരങ്ങ ഇപ്പൊ ഓടിച്ചാടി വരും. സോ ഇവർക്കുള്ള കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ബൗൺസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഒരു തവണ അടിപൊളി. നീ എങ്ങോട്ട് നോക്കിയാണ് ഇത്? ഇവിടെ കളിച്ചോണ്ടിരിക്കാൻ അവർക്കും കിട്ടിയിട്ടുണ്ട് 3 പോയിന്റ്. ഞങ്ങൾക്ക് 3 പോയിന്റ്, 4 പോയിന്റ്. 5 അതിമനോഹരമായ. നീ എന്റെ മുകളിലൊക്കെ തന്നെ. അതെ, തൊളയല്ല എന്റെ വായ. സ്ലോ ഇല്ല, അത് തന്നെ സ്ലോ അല്ല. പിടി പിടി. അയ്യോ, അവർക്ക് 6 പോയിന്റ് ആയി. ഐശ്വര്യ, ലൈനിന്റെ അപ്പുറത്തേക്ക് പോവരുത്. ഇവിടെ എന്നാടാ ബേ? നോക്ക്, എല്ലാവരും ലൈൻ അപ്പുറത്ത് വെച്ചിട്ടാ ചെയ്യുന്നത്. മോനെ അപ്പുറത്ത് കിടക്കി. ഞാൻ പേരും പറഞ്ഞു എനിക്ക് അടി കിട്ടാൻ പറ്റില്ല. കൺട്രോൾ അപ്പുറത്ത് നിന്ന് അറിയേ. അയ്യോ, അവർക്ക് 8 പോയിന്റ്. 8 പിന്നെയാണടി 3 പേരിട്ടെ. ഇങ്ങോട്ടിട്. ദൈവമേ, നീ എന്നടി വിത്ത് വിതറുവാണോ? എന്റെ പോക്കറ്റിലിടാണ് ഞാൻ. അങ്ങോട്ടാക്കാം. അയ്യോ എടാ, ഉള്ളത് കളയല്ലേടാ. അയ്യോ, ഉള്ളതാ പോയി എന്റെ ദൈവമേ. ശ്രദ്ധിക്കണേ. വാ മോനെ, ശ്രദ്ധിക്കണം. അയ്യേ, ആകെ കാണിക്കണേ. സിംഗിൾ ബൗൺസേ പറ്റുള്ളൂ. ഈ ബോൾ നമ്മൾ എടുത്ത് ജസീല, ഈ ബോൾ എടുത്ത്. ഈ ബോളിന്റെ പോക്ക് കണ്ടിട്ട് നിന്റെ പുറം പൊളിയുന്നുള്ളതാണ്. ഐശ്വര്യ അത് എവിടെയെന്ന് വെച്ചാൽ അടിപൊളി. പല്ലെറിഞ്ഞ് 2 പല്ല് താഴെ പോയി. അയ്യോ, തോറ്റേ. അയ്യോ, Your time is over. 1, 2, 3, 4, 5. മോളെ ഇങ്ങോട്ട് വാ. ഇനി അടുത്ത കൂടെ വരൂല്ലേ, വെറുതെ ആഹ്ലാദിക്കണ്ട, വെറുതെ അടികൊണ്ട് പുറം പൊളയാണല്ലോ. 3, 4, 5, 6, 7, 8, 9, 10, 11. Very good. ഈ ഒരു റൗണ്ട് കഴിയുമ്പോ 11 പോയിന്റോട് കൂടി ഇവരാണ് ലീഡ് ചെയ്തോണ്ട്. ഇവരെന്ന് പറയല്ല, ബിനുവടിമാലോ ടീം നമുക്ക് പറയാം. ബിനുവടിമാലിയും പെൺകുട്ടികളും ഇവരാണ് ഇപ്പൊ ജയിച്ചിട്ടുള്ളത്. അപ്പൊ വെരി ഗുഡ്. അടുത്ത റൗണ്ടില് എപ്പോഴും 2ാമത്തെ റൗണ്ട് നീ പൊട്ടുകൂടാ. അങ്ങനെ ബബ്ലൂസ് നാരങ്ങയുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ ജയിച്ചിട്ടുള്ളത് പുതുമയൊന്നുമില്ല, നമ്മുടെ ടീമാണ്. അപ്പൊ സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ അടുത്ത റൗണ്ടിൽ ഞങ്ങൾ ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവർ 2 പേരും ആണെന്ന് അറിഞ്ഞപ്പോൾ ചെറിയൊരു സാധ്യത ഉണ്ടെന്ന്
സാധ്യത ഉണ്ടെന്ന് സാധിക പറഞ്ഞു. ഹലോ, ഈ പിങ്കിനോടും പിങ്കിയോടും ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, മര്യാദയ്ക്ക് ജയിച്ചു വന്നോളൂ. പിങ്കനും പിങ്കി ഇന്നലെ ആക്കുമെന്ന് എനിക്കറിയില്ല. ശരി, പണ്ട് ഞങ്ങൾ പിന്നെ വാർക്കപ്പണിക്ക് മണലരിക്കാൻ പോയിട്ടുള്ളതുകൊണ്ടേ ഇതൊന്നും ഞങ്ങൾക്ക് വലിയ വിഷയമല്ല. നമ്മളൊരു മ്യൂസിക് ഇട്ടുതരാം. രണ്ട് ടീം ഒന്ന് അരിച്ചു നോക്കട്ടെ എന്താ സീൻ എന്നുള്ളത്. ഓക്കെ, യു നോ വാട്ട് ഇസ് അരിക്കൽ എന്താണെന്നറിയോ? റൈസ് അല്ലേ? റൈസ് അരിക്കൽ. അപ്പൊ റൈസ് സ്റ്റോൺ ആണോ ഈ അരിക്കൽ എന്ന് പറയണേ? അതായത് നമ്മള് മണലുണ്ടല്ലോ, അതിലെ വലിയ സ്റ്റോൺസ് ഒക്കെ മാറ്റാൻ വേണ്ടിട്ട്. എന്താ പേര് പറയുന്ന പേര്? കേരളത്തിൽ നിന്നാണ് മണലൂറ്റിട്ട് ഇവർക്ക് കൊടുക്കുന്നത്. ഇവർ അരിക്കല് കാണൂല. നടിയായി ഉറപ്പ്. അടുത്ത സിനിമയില് നീ ഉറപ്പാണ്, ഒരു മാറ്റമില്ല. അപ്പൊ ഇനി കൂടുതൽ സംസാരമില്ല. മ്യൂസിക് പ്ലീസ്. മണലരിക്കാൻ പറ്റിയ പാട്ട്, മണലരിക്കാൻ പറ്റിയ പാട്ടും മണലരിക്കുന്ന രീതിയും അടിപൊളി. ഓക്കെ, എന്നാ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പപ്ലൂസ് നാരങ്ങ നമ്മളോട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോ ഇവർക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അതെ, സിംഗിൾ ബൗൺസേ പാടുള്ളൂ. സിംഗിൾ ബൗൺസിൽ കൂടുതലുള്ളത് എടുക്കില്ല. സിംഗിൾ ബൗൺസ് മാത്രം, ഒറ്റ തവണ കുത്തിക്കാവും. പറയാം. ആ ഓക്കെ കേട്ടോ. നോക്കരുത്. റെഡി സെറ്റാ. എല്ലാം വീഴുന്നുണ്ട്. ഞാൻ പറയാന്നില്ലേ? പറയാം. വിട്ടേരി 6 പോയിന്റ്സോട് കൂടി ബിനുചേട്ടൻ ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ 1 2 3 4 5 6 7 പോരട്ടെ. ഒന്നും വിട്ടു കൊടുക്കൂല. ഞങ്ങൾ ഒന്നും വിട്ടു കൊടുക്കൂല. നമുക്ക് എടുക്കാം. പിടിക്കല്ലേ? കൊണ്ട് തോൽവി അത് പോവും. ഇല്ല, വെരി ഗുഡ്, സൂപ്പർ. പോട്ടെ. എടാ അടിമാലി, ഈക്വൽ ആണ് ഇപ്പോ. രണ്ട് ടീമും 11 പോയിന്റ്സ് ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പറയല്ലേ? ഓക്കെ, വെരി ഗുഡ്. സാവധാനം. ബിനുചേട്ടന്റെ ടീം ലീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു ബോളും കൂടി പ്ലേസ് ചെയ്താൽ ജയിക്കും. നിങ്ങളാണ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും. സ്പീഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്ലേസ് ചെയ്യാം. ചരിത്രം വഴി മാറിയിരിക്കുകയാണ്.
ഫസ്റ്റ് റൗണ്ടിലും ബിനുചേട്ടന്റെ ടീം ജയിച്ചു. സെക്കൻഡ് റൗണ്ടിലും ജയിച്ചത് ബിനു അടിമാലി team. ഈ തല ഇതിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വലിച്ചെടുക്കാൻ തന്നെ ഇതിനകത്ത്. നീ എന്നാ പറഞ്ഞേ? ആദ്യം ഞങ്ങൾ ജയിക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജയിക്കുമെന്നോ? ആദ്യമായിട്ട് ജയിക്കുന്നതിന്റെ അഹങ്കാരം പറയരുത്. ചേട്ടാ ഒരു മിനിറ്റ്, ചേട്ടൻ എന്താണ് തിരിച്ചു പറയാനുള്ളത്? ആദ്യമായിട്ട് ജയിക്കുന്നതിന്റെ അഹങ്കാരം പറയരുതെന്ന്. പറയരുത്. ശരി, ഓക്കെ, ഫൈൻ. ഞാൻ ജയിച്ചിട്ട് ഇനി ഫൈനും കൊടുക്കണോ? ഫൈൻ കൊടുക്കണോ വേണ്ടതെല്ലാം നമ്മൾ ഇപ്പൊ പറയും. അതായത് ബോൾസ് കംപ്ലീറ്റ് പ്ലേസ് ചെയ്തത് നിങ്ങളാണ്, പക്ഷേ രണ്ട് ടീമിന്റെ ഫൗൾ പ്ലേസ് അത് നമ്മളുടെ വിശകലനം ചെയ്യും. വരട്ടെ, അങ്ങനെ വരട്ടെ. സംഗതിയുടെ റൂട്ട് പുലി പുറകോട്ട് ചലിക്കുന്നത് കുതിക്കാനാണ്. അപ്പോ ഇത്ര മാത്രമേ ഉള്ളൂ. ഫൗൾ പ്ലേസ് നമ്മളെല്ലാം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഫൗൾ പ്ലേ ഇല്ലാതെ ഒറ്റ ബൗൺസിങ് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നോക്കുമ്പോൾ ഇതിൽ നിന്ന് 11 എണ്ണം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് കഴിക്കാൻ തന്നെ ചൊറിയാണോ? അല്ല, ശരി. അപ്പൊ നമ്മൾ ജയിക്കുമ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഫ്ലവേഴ്സ് TV നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കാം, കൗണ്ടർ പറയാനാണോ വിളിക്കണത്, അടി കൊള്ളാനാണോ വിളിക്കണത്? എനിക്ക് അതും ചാട്ടവാറടി. പക്ഷേ ബിൻചേട്ടന് ഒരു കാര്യം മനസ്സിലാക്കണം, ഫൗൾ പ്ലേ എല്ലാം കൂടെ കൂട്ടിയിട്ട് ചേട്ടന് 11 പോയിന്റ്സ് ആണെങ്കിൽ നമ്മുടെ സുധിച്ചേട്ടൻ എത്രയായിരുന്നു അറിയോ? സുധിച്ചേട്ടൻ സ്കോർ ചെയ്തത് 10 പോയിന്റ്സ്. ഒറ്റ പോയിന്റിനാ നീ ജയിച്ച, ഒറ്റ പോയിന്റിന്. എനിക്കിതൊന്നും കേൾക്കാണെങ്കിൽ ആ ചാട്ടവാറം കൊണ്ടു ചുട്ടു പഠിപ്പിച്ച ചാട്ടവാറം അതാണ്. അടിച്ച് വേണ്ടിയൊക്കെ നട്ടല് ഞാൻ വെള്ളമാക്കിയിട്ട് ആ വെള്ളത്തിനകത്ത് ഞാൻ നാരങ്ങ വിഴിഞ്ഞ് കുടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. അപ്പൊ ഇനി നമ്മള് ചാട്ടവാറടിയിലേക്ക് പോവാണ്. കാരണം ഈ ഒരു ഗെയിം ജയിച്ചിട്ടുള്ളത് ബിനു അടിമാലി ഇനി തോറ്റിട്ടുള്ളത് നമ്മുടെ കൊല്ലം സുധി ടീം. എനിക്ക് എന്താന്ന് അറിഞ്ഞൂടാ, ഈ ചാട്ടന്റെ കൈ കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ സംസാരിച്ച് വലിച്ചിട്ടാൻ എനിക്ക് ഇഷ്ടേ അല്ല. അത് അതിന്റെ ആവശ്യമില്ല. അല്ല അപ്പോൾ എനിക്ക് ഒരു സംശയമുണ്ട്. ഇവിടെ നമ്മുടെ ആ ബോളിന്റെ ഗെയിം ഒക്കെ കഴിഞ്ഞല്ലോ, ഒരാള് മാത്രം കുറച്ച് ബോൾ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്തിനാണ്? വീട്ടിൽ കൊണ്ടുപോകാനാണോ എന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. എടുത്ത് ഒളിപ്പിച്ച് വെച്ച ആള് കൈ പൊക്കേണ്ടതാവുന്നു. പുരുഷ കേസരിയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. മര്യാദക്ക് സീറ്റിൽ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. പുരുഷ കേസരി എന്ന് പറയുമ്പോ ഇതെന്താ? അതല്ല, അടുത്ത ഐശ്വര്യയുടെ അടി. അതല്ലേ? അതുകൊണ്ട് ബോൾ കൊണ്ട് തടുക്കാൻ ഐശ്വര്യ എന്തായാലും അടിച്ചില്ലാതാക്കും. അതിനു മുമ്പ് ഈ ബോളിന് കൊണ്ട് താങ്ങാന്ന് വിചാരിച്ചത് അതും ഒരു പൊടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഈ കൃത്യം 24 മണിക്കൂർ അതിനുള്ളിൽ തീരുമാനമാവുന്ന. ഇന്നലെ ഞാനൊരു വാക്ക് തന്നിട്ടാണ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തത്. പക്ഷെ കൃത്യം 23.5 മണിക്കൂർ ആയപ്പോഴേക്കും ഓണം വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഓണം എന്ന് പറഞ്ഞാൽ അത് ഓണമാ. വർഷത്തിൽ ഒരിക്കൽ വന്നാ മതി, വന്നാ അതൊരു വരവാ. ഒരുത്തൻ പറഞ്ഞു പുലി പതുങ്ങുന്നത് കുതിക്കാനാന്ന്. എന്നാ ഒന്ന് കുതിച്ചിങ് വാ. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അറിയാലോ. എടാ, ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്ഥലത്ത് പുഴുണ്ട്. തോട്ടത്തിലൊക്കെ കാണുള്ളൂ. ഇതിങ്ങനെ വെച്ചാ കുറച്ചേരം ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് വീണ്ടും അത് ഇങ്ങനെ വരും. നിന്റെ ചോര കുടിക്കാ. ചേട്ടാ ഇത് വേണോ? അത് പിടിച്ചോ. അടിയുടെ വേദന കൊണ്ട് ബോളും ഞെക്കി പൊട്ടിക്കരുത്. മാറിക്കണ അളയാ ബിനു. നേരെ നിൽക്കുക. മോനെ, നീ ഒന്നും വിചാരിക്കരുത്. ഞാൻ പതുക്കെ അടിക്കുന്നെങ്കിൽ അടിക്കളിയാ. ഞാൻ പതുക്കെ അടിക്കും. നീ കയ്യിൽ നിന്നിട്ട് അങ്ങ് ചെതറിച്ചേക്കണം. റെഡി? 1 2 3. അടിച്ചേക്ക് അടുത്ത് പോയി കേട്ടോ ബിനോണ്ണ. ഓക്കെ അല്ലേ? അടിച്ചേക്ക് അടുത്ത് പോയി കേട്ടോ. അത്രയും വേണ്ടായിരുന്നു. കളിയും തമാശ. ഞാൻ കൃതാർത്ഥനായി. ഞാൻ ആത്മാർത്ഥട്ട് പറയാ, നീ നോക്കി വെച്ചോ. അടുത്ത LP സ്കൂളില് നമുക്ക് ഒരുമിച്ച് പോവാന്ന്. വേണ്ട. അതെ, മറ്റേ ആ പതുങ്ങിയ പുലി പുലി പോണ കണ്ടിട്ടില്ലേ? കണ്ടോ? മറ്റേ പുലി പൂച്ചപ്പുലി. പുലിയുടെ കണ്ണങ്കാലിന്റെ മാത്തിൻ്റെ എറിഞ്ഞ കൊഴു വന്ന് കാലേ കൊണ്ടിട്ട് ഇങ്ങനെ വീട്ടിൽ പോണ അതാണ് പുള്ളി വലിഞ്ഞത്. ആദ്യം പറഞ്ഞില്ലേ പുലി പതുങ്ങുന്നു. അതാണ് പതുങ്ങി. ഹലോ, ചെന്ന് കയറിക്കൂടെ? അടുത്ത ആള് വന്നിട്ട്. ശശക്കുട്ട ഇങ്ങ് വാ. അയ്യോ, നോക്കാരേ വേണ്ട. നോക്കാരേ വേണ്ട. ഒരു മിനിറ്റ്, ചെവിയിലെന്നുള്ളല്ലോ എന്താ നിന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കുന്നത് നല്ലത്. അവനെ ബാക്കി വെച്ചേക്കരുത്. പോയ ആത്മഹത്യ. കഴിഞ്ഞ എപ്പിസോഡില് ഞാൻ വെല്ലുവിളിച്ച് ചെവിയിൽ നുള്ളിക്കോളാൻ പറഞ്ഞിട്ട് എന്റെ ചെവിയിൽ നുള്ളി. ആണോ? അപ്പൊ ഞാൻ എനിക്ക് അപേക്ഷയുള്ളൂ, ഇതടിച്ച് ഈ സൈഡിൽ തന്നെ വെച്ചേക്കണം. ഇതടിച്ച് ഫ്രണ്ടിലാക്കരുത്. ഭയങ്കര വൃത്തിയോടായിരിക്കും കാണാൻ. മോളെ
ഓൺലൈൻ ക്ലാസ് ഒക്കെ എങ്ങനെ നടക്കുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. ഞാനുണ്ട് കേട്ടോ, എന്റെ കുഞ്ഞിനെ ആ പഠിപ്പിക്കും. ശരി അപ്പൊ വേണമെങ്കിൽ ഈ അടിയുടെ കാഠിന്യം പോലെ ഇരിക്കും. മോളെ അടിച്ചോ? പിള്ളേരുടെ പറഞ്ഞ് മനസ്സിലാക്കണ്ട, ഞാൻ പറഞ്ഞു ചെവിയിൽ കൊടുത്തിട്ടുണ്ടാ അടിച്ച് തെറ്റിക്കാൻ. അടിച്ച് നിന്റെ റെഡി ready. 1 ഐശ്വര്യ കമോൺടാ കിട്ടിയിട്ടില്ല അടിച്ചില്ലേ? കിട്ടില്ല കഴിഞ്ഞ ജനപത്തിൽ ജാൻസി വരാൻ പോകുന്നേ ഉള്ളൂ. ചുഴറ്റി വരുന്നു. ബ്രീത്ത് എടുത്തോട്ട് ആ ശരിയാ ഇപ്പൊ എടുത്തോ. എന്നോട് അല്ല ഇപ്പൊ എടുത്തോ, ചിലപ്പോ അടി കഴിഞ്ഞ് കഴിയുമ്പോ ചിലപ്പോ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ. എടുത്തോ എന്ത് വേണേലും നീ എടുത്തോ. ഗോ ഇനി അടുത്ത പെട്ടെന്ന് ഇഷ്ടമുള്ള പിള്ളേരെ വെച്ച് അടിച്ച ഇടപെടം കീർത്തരം ജസീലിനെ തന്നു. ജസീല വാ. ശരി റെഡി ഇതാണ് നമ്മൾ പറഞ്ഞ മാലയോഗം വിധി എന്നൊക്കെ പറഞ്ഞ അടി കൊള്ളാനായിട്ട് കൊട്ടകയിന്ന് വന്നേക്ക എറണാകുളം അന്യ സംസ്ഥാന തൊഴിലാളി എനിക്കൊന്നും പറ്റില്ല. പച്ചകട്ടി ഇറങ്ങിയിരിക്കാം. പെട്ടെന്നായിരുന്നു എല്ലാം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്ത് പോലെ ചേച്ചി ഋഷ്യശൃംഖൻ അടി കൊള്ളാൻ പോവാണേ. ഒറ്റയടിക്ക് കാല് രണ്ട് ഒട്ടിപ്പോയി തോന്നുന്നു. സാറ്റർഡേ ഫോർ ദ ഡേ ദീപാവലിയുടെ പടക്കം പൊട്ടുന്നതാണല്ലോ. അനു വാനു നീ എന്തിനു പറഞ്ഞത്? നിനക്ക് തിരുവനന്തപുരം കാര്യം പുച്ഛമാണെന്നല്ലേ? ആ നീ കുറച്ചു മുന്നേ പറഞ്ഞു. അയ്യോ ഞാൻ ട്രിവാൻഡ്രത്ത് പോയിട്ട് ഒരു കാസർഗോഡുകാരിയല്ലേ? ഇഷ്ടമാണെന്നാ പറഞ്ഞേ. നിനക്ക് തിരുവനന്തപുരം കാര്യം അടിയിടില്ലല്ലോ. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പക്ഷെ ട്രിവാൻഡ്രംകാർ ഭയങ്കര സ്നേഹാന്ന് എനിക്കറിയാം. ഈശ്വര അതിൽ വീഴണേ. അതിൽ വീഴൂല, നീ ചിലപ്പോ അടിയിൽ വീഴുന്നു. Ready? 1 2 3 go. രണ്ടടി അടിച്ച് ബാക്കിലും ഒരടി അടിച്ചു, ഫ്രണ്ടിലും ഒരടി അടിച്ചു. അതാണ് ശ്രീവിദ്യ പറഞ്ഞ ഫൗളാണ്, അതുകൊണ്ട് ഒന്നുകൂടെ അടി വേണമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ അടി തരാം. സംഗതി ഇത്രയുള്ളൂ. ഇതൊരു ബോണസ് ആയിരുന്നു. ജസ്റ്റ് ഇങ്ങനെ വന്ന് അടിച്ചപ്പോ ചാട്ട് നമ്മുടെ പുതിയ ചാട്ടയില്ലേ, ഇതിന് ഇത്തിരി നീട്ടം കൂടി പോയി അതൊന്ന് റൗണ്ട് ചെയ്ത് വന്നേ ഉള്ളൂ. അല്ല മാത്രല്ല അവണെ അളന്നു തരാം. ദാ ഇടുപ്പിന് മേളിലോട്ട്. ചേട്ടാ അളക്കണ്ട വേണ്ട അവിടെ പോയി സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ഓടി ഇടുപ്പിന് മേളിലെന്ന്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും തൃപ്തിയായല്ലോ? തൃപ്തി. കിട്ടേണ്ടതൊക്കെ കിട്ടി, വേണ്ടതൊക്കെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് എല്ലാവരും. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവർക്ക് എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. കുഴമ്പിട്ടിട്ടൊന്ന് ഒഴിഞ്ഞ് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കണം നിങ്ങൾ അല്ലേ പറയണേ? അപ്പൊ ഓക്കെ, പുലിയോട് പ്രത്യേകം പറഞ്ഞേരാ, പുലി ഇച്ചിരി വിക്സും ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് വിളിച്ചോ. എന്നാ പിന്നെ ഞങ്ങൾ ഊണിന്റെ കൂടെ രസമാക്കിയാണ്. അങ്ങനെ 90+ മൈ ട്യൂഷൻ ആപ്പിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കേരള സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ആനിമേറ്റഡ് ഫോർമാറ്റിലായിരിക്കും സിലബസ് അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പോർഷൻസ് എത്തുന്നുണ്ടായിരിക്കും. സോ ഇത്രയും കൂടി എഡ്യൂക്കേഷൻ കുറച്ച് ഫ്രീ ആയിട്ട് നമ്മളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കൾക്കായിട്ട് ഇപ്പോൾ തന്നെ 90+ മൈ ട്യൂഷൻ ആപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സോ ഡൗൺലോഡ് ചെയ്യാം. ഒരിക്കൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്റർനെറ്റിന്റെ സഹായത്തിന്റെ ആവശ്യമില്ല. ഏതായാലും ബാക്കി 24 മണിക്കൂറിന് ശേഷം ഇതിന്റെ പകരം വീട്ടൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. So now we are saying bye bye from Star Magic powered by Eastern. Good night.